കുടുംബാംഗങ്ങളെ വീട്ടിലെത്തി നേരിട്ട് ആശ്വസിപ്പിക്കുകയാണ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. നേരത്തെ തന്നെ LDF സ്ഥാനാർത്ഥി എം സ്വരാജും CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്ററും CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവനും അടക്കമുള്ള CPMന്റെ മുതിർന്ന നേതാക്കളും പ്രതിനിധികളും എല്ലാം തന്നെ ആ കുടുംബത്തെ നേരിട്ടെത്തി സന്ദർശിച്ച് ആശ്വസിപ്പിക്കുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടിരുന്നു. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് UDF ഈ സംഭവത്തെ ആധാരമാക്കുമ്പോൾ ഏത് രീതിയിലാണ് LDF പ്രവർത്തകർ അല്ലെങ്കിൽ CPM പ്രവർത്തകർ ഈ സംഭവത്തെ കാണുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സന്ദർശനങ്ങളും ദൃശ്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വരുന്നത്. സംഭവം ഉണ്ടായ ഉടനെ തന്നെ ആ കുഞ്ഞ ഷോക്കേറ്റ് മരിച്ച് ജില്ലാ ആശുപത്രിയിലേക്ക്, നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ച ഉടനെ തന്നെ സമരാഭാസവുമായി കൊടിയുമെടുത്ത് ഇറങ്ങുന്ന UDF പ്രവർത്തകരെ ഇന്നലെ രാത്രി കണ്ടതാണ് കേരള സമൂഹം. അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകരുടെ ഒത്താശയോടുകൂടി കോൺഗ്രസിൻ്റെ UDF ഭരിക്കുന്ന പഞ്ചായത്ത് അവിടെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ വാർഡ് മെമ്പറായിരിക്കുന്ന വാർഡിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായതെന്നും നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ തുടർക്കഥയാണ് എന്ന തരത്തിലുള്ള ഈ കോൺഗ്രസ് ഹിസ്റ്ററി പുറത്തേക്ക് വന്നതോടുകൂടി UDFകാർ ആരും തന്നെ മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് രാവിലെ ഇത്രയും നേരമായിട്ടും ആ വീട്ടിലേക്ക് ഒരു UDF പ്രവർത്തകൻ പോലും തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ഒരു സാഹചര്യം, അതൊക്കെയാണ് വിമർശിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ ദുരന്തമുണ്ടാകുമ്പോൾ എന്ത് തരം നിലപാടെടുക്കുന്നു, അത് ഏത് രീതിയിൽ അപലപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതും പ്രസക്തമായതുമായ കാര്യം. UDF എന്ത് നിലപാട് സ്വീകരിച്ചു, LDF എന്ത് നിലപാട് സ്വീകരിച്ചു, എന്താണ് NDAയുടെ നിലപാട് എന്നതൊക്കെ കേരള രാഷ്ട്രീയ സമൂഹം വിലയിരുത്തുമ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇന്നിപ്പോൾ UDFന് നേരിട്ടിരിക്കുന്ന കാഴ്ച കൂടെ കാണുന്നുണ്ട്. അതിനുകൂടെ സാക്ഷ്യം വഹിക്കുന്നുണ്ട് നമ്മളെല്ലാവരും. കാരണം അത്രയ്ക്ക് വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ കൂടി 3 കുട്ടികൾക്ക് ഷോക്കേൽക്കേണ്ടി വരുന്നു. അതിലൊരാൾ മരിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഏത് രീതിയിലാണ് രാഷ്ട്രീയ മുതലെടുപ്പ് UDF നടത്തുന്നത് എന്നതിൻ്റെ UDFൻ്റെ ഇരട്ടത്താപ്പ് പൊളിച്ചു കാട്ടുന്നു എന്നത് തന്നെയായിരുന്നു വിവിധ നേതാക്കളുടെ പ്രതികരണം. നേരത്തെ എം.വി. ഗോവിന്ദൻ മാസ്റ്ററൊക്കെ അത് കൃത്യമായി തന്നെ പറയുകയുമുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകൻ നേരത്തെ അവിടെ 6 മാസം മുൻപ് ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നാണ് അന്ന് പ്രതികരിക്കേണ്ട കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ ആ വീട് സന്ദർശിക്കേണ്ടവരോ ആശ്വസിപ്പിക്കേണ്ടവരോ ആരും തന്നെ ആ വീട്ടിലെത്തിയിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു സംഭവം ഇന്നലെ അനന്തു ഷോക്കേറ്റ് മരിച്ച സംഭവം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സാഹചര്യമാക്കി മാറ്റുകയാണ് UDF എന്നാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ മനു മാടപ്പാട്ട് തുടരും. മനു, നേരത്തെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. കൃത്യമായി തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിന് UDF അതിന് കളമൊരുക്കുകയാണ്. ഇന്നലെ എന്താണ് UDFൻ്റെ നിലപാട്, ഇന്ന് രാവിലെ എന്താണ് UDF പ്രതിനിധികളൊന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ ചോദിച്ചു വെക്കുന്നുണ്ട് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏത് രീതിയിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ UDFൻ്റെ നിലപാട് എന്നത്. തീർച്ചയായും വലിയ തോതിൽ വിമർശന വിധേയമായിരിക്കുകയാണ് UDF ഇന്നലെ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്. തുടർന്ന് അവർ വല്ലാതെ പ്രതിരോധത്തിൽ പോകുന്നൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും അതിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ മന്ത്രി P.A. മുഹമ്മദ് റിയാസ് അനന്തുവിൻ്റെ വീട് സന്ദർശിച്ച് വീട്ടുകാരുമായി സംസാരിക്കുന്നതാണ് നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അവരെ ആശ്വസിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാട്ടുകാരും വീട്ടുകാരും ഒക്കെയായി സംസാരിക്കുന്നു മന്ത്രിമാർ. ഒപ്പം തന്നെ CPIMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ നേരത്തെ അല്പസമയം മുമ്പ് വീട്ടിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. സച്ചിൻ കൂടി ചേരുകയാണ്. സച്ചിൻ, ഇപ്പോൾ മന്ത്രി P.A. മുഹമ്മദ് റിയാസ് അനന്തുവിൻ്റെ വീട്ടിലെത്തി ആ കുടുംബത്തോട് സംസാരിക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുക എന്നത് മാത്രമാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എല്ലാവരും ആ കുടുംബത്തിൻ്റെ സങ്കടങ്ങളിൽ അവരുടെ കൈ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണിപ്പോൾ. മനു, തീർച്ചയായും വലിയൊരു നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ് അനന്തുവിൻ്റെ മരണം. കാരണം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കളിസ്ഥലത്ത് നിന്നും മീൻ പിടിക്കാൻ വേണ്ടി അനന്തു ഈ സമീപത്തെ തോട്ടിലേക്ക് പോകുന്നത്. അവിടെ വെച്ചാണ് അനന്തുവിൻ്റെ ബന്ധുക്കളായ മറ്റു വിദ്യാർത്ഥികളും ചേർന്ന് മീൻ പിടിക്കാൻ പോയപ്പോഴാണ് പന്നിക്ക് വെച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ് ദാരുണമായി അനന്തു മരണത്തിന് കീഴടങ്ങുന്നത്. അത് വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഇതിലേക്ക് UDF കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത്.
മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇപ്പോൾ അനന്തുവിൻ്റെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് മടങ്ങുകയാണ്.